ഡേ 2 ഐ മീൻ ഡണ്ടിയിൽ. അങ്ങനെ ഡണ്ടിയിലെത്തി ഫ്രഷ് ആയിട്ട് വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്കൊരു ഓട്ടോ ചേട്ടനെ കിട്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരും. പുള്ളി എനിക്ക് പുള്ളിയുടെ ഫോൺ തന്നിട്ട് ഇഷ്ടമുള്ള പാട്ടിട്ടുള്ള പറഞ്ഞിട്ട് അപ്പോൾ അതാ ഓട്ടോയിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത് വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ ആ പോയിന്റിൽ കറക്റ്റ് ടൈമിലെത്തി. ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ഇറങ്ങിയേട്ടാ. Start. Guntalakadi gula gula gula. Guntalakadi gula gula gula. ഇതുപോലെ കുറേ സാധനം പുള്ളി ചെയ്യിപ്പിച്ചു കേട്ടോ. ഭാരത് മാതാ കി ജയ്, കാളി റിവർ കി ജയ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് വേറൊരു 8 പേരുള്ള ടീമിലൂടെ എന്നെ കൂടെ അങ്ങ് ആഡ് ചെയ്യിപ്പിക്കുക. ഈ കാണുന്ന ഏരിയയിലെ ദിസ് ഇസ് ദ ഹാർട്ട്. ഈ ഒരു റിവർ റാഫ്റ്റിംഗ് അടിപൊളി ഏരിയ സംഭവം. ഞങ്ങളുള്ള ഇൻസ്ട്രക്ടർ ഞങ്ങൾക്കിത് 3-4 തവണ തന്നോട്ടെ. രാവിലെ അത്ര തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് സിപ്പ് ലൈൻ ചെയ്തു, അതും അടിപൊളിയായിരുന്നു. പക്ഷേ ഈ സംഭവമില്ലേ, ഇത് ഞാൻ പണി ചെയ്യുന്ന പോലെ തോന്നി കേട്ടോ, ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്ക് 2 കസ്റ്റമർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അവരെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബീഡ മേടിക്കാൻ കയറി. അങ്ങനെ അപ്പോൾ എനിക്കും കൂടെ ഒന്ന് വാങ്ങി തന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയ ഡെസ്റ്റിനേഷൻ ക്രോക്കഡൈൽ പാർക്കാണ്. അപ്പോൾ ഇതിനകത്ത് ക്രോക്കഡൈലൊന്നും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് നോക്കിയേ. അത് കഴിഞ്ഞ് നമ്മളടുത്ത് മുള്ളംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി. അവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും ചെയ്തു കേട്ടോ. അവർ അവിടെ അല്ലാതെ നേരെ വെള്ളത്തിലോട്ട് കളിക്കാൻ പോയായിരുന്നു. അപ്പോൾ ഈ എൻ്റെ കൂടെ ഓട്ടോ ചേട്ടൻ എൻ്റെ കൂടെ തന്നെ നിന്നു കേട്ടോ. അവർ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. പുള്ളിയായിരുന്നു എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് അവർ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിച്ച് നല്ല ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം എനിക്കൊരു 3-4 തവണ ഞാൻ ഡ്രസ്സ് തന്നെ മാറി കുളിച്ച്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എനിക്ക് 4 മണിയായപ്പോൾ ഞാൻ ഫ്രീ ആയി. വേറൊരു ഓപ്ഷനും ഇല്ല. പുള്ളി എന്നെ കൊണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഇരുത്തി. അവിടെ വേറെ കാണാനായിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. വണ്ടി 8 മണിക്ക്. അങ്ങനെ ബസ് കയറി നെക്സ്റ്റ് ഡേ റൂമെത്തി. സോ ഹാപ്പി. ബൈ.